സഹകരണ ബാങ്കുകൾക്കൊപ്പം സ്വകാര്യ ബാങ്ക് കള്ളപ്പണ കേസുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് ഇ.ഡി. സ്വകാര്യ ബാങ്കുകളിൽ ചിലത് കള്ളപ്പണ ഇടപാടുകൾക്ക് ഒത്താശ ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം. ആദായനികുതി വകുപ്പിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. നീണ്ടുപോകുന്ന നിക്ഷേപ തട്ടിപ്പ് അന്വേഷണങ്ങളും വേഗത്തിലാക്കും. കരുവന്നൂർ കള്ളപ്പണ കേസിൽ 2 കുറ്റപത്രങ്ങളും സമർപ്പിച്ച ശേഷം മറ്റു സഹകരണ ബാങ്ക് ക്രമക്കേടുകളിലേക്കും ഇ.ഡി. അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഇതിനൊപ്പമാണ് സ്വകാര്യ ബാങ്കുകൾ വഴി നടന്ന കള്ളപ്പണക്കടത്തുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. സ്വകാര്യ ബാങ്കുകളിൽ നടന്ന ക്രമക്കേടുകളിൽ ആദായനികുതി വകുപ്പിൽ നിന്ന് കേസ് വിവരങ്ങൾ ശേഖരിക്കും. കള്ളപ്പണക്കടത്തുകളിൽ ചില സ്വകാര്യ ബാങ്കുകളുടെ പങ്കാളിത്തം വെളിവാക്കുന്ന തെളിവുകൾ ഇ.ഡിക്കും ലഭിച്ചിരുന്നു. CPM കോൺഗ്രസ് നേതൃത്വങ്ങളിലുള്ള സഹകരണ ബാങ്കുകളിൽ ചിലത് നടത്തിയ വ്യാപക വായ്പാ തട്ടിപ്പുകളിൽ നിരവധി പരാതികൾ നേരിട്ട് ഇ.ഡിക്ക് മുന്നിൽ എത്തുകയും ചെയ്തിരുന്നു. കരുവന്നൂർ കള്ളപ്പണ കേസിന് സമാനമായിട്ടായിരുന്നു ഈ വായ്പാ തട്ടിപ്പുകളെല്ലാം. ഒരു സ്വകാര്യ ബാങ്ക് വഴി മാത്രം 2700 കോടി രൂപ റഫറൽ ഏജന്റുമാർ വഴി വിദേശത്തേക്ക് കടത്തിയത് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇ.ഡി. നിലവിൽ അന്വേഷണം തുടരുന്ന കേസുകളുടെ അന്വേഷണ പുരോഗതി ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ അവലോകനവും ചെയ്തിട്ടുണ്ട്. ജനം, കൊച്ചി.